ഗുഡ് മോർണിംഗ്. ഞാനൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇവിടെ. രണ്ടാമതും തണുപ്പ് തുടങ്ങി. ഗീതും ജയനൊക്കെ എല്ലാവരും പോയി. അവരുള്ള സമയത്ത് സത്യം പറഞ്ഞാൽ ആ കുറച്ച് ദിവസം ഭയങ്കര ചൂടായിരുന്നു. ഇപ്പോൾ പിന്നെ പിന്നെയും തണുപ്പ് തുടങ്ങി. ബാംഗ്ലൂരത്തെ തണുപ്പൊന്നുമില്ല, എന്നാലും നമുക്കിത് വിൻ്ററാണ്. അവിടെ ബാംഗ്ലൂർ ഭയങ്കര തണുപ്പാന്ന് പറയുന്നുണ്ട്. അപ്പോൾ പുതുവർഷം തുടങ്ങിയില്ലേ. പുതുവർഷം തുടങ്ങിയപ്പോൾ എന്താ പറയുക, ജിമ്മിനൊക്കെ രണ്ടാമതും പോയി തുടങ്ങി, ഒന്ന് റെഡിയായി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരു കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ജിമ്മും വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉഷാറായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ജിമ്മ് ക്ലോസാണ്, ഇന്ന് ജിമ്മില്ലാത്ത ദിവസം. അപ്പോൾ ഞാൻ വിചാരിച്ച് പോവാതിരിക്കണ്ട, ഒന്ന് നടന്ന് വരാം. ബാക്കിയുള്ള ഹെവി വർക്കൗട്ടൊന്നും ചെയ്തില്ലെങ്കിൽ ഒരു അരമണിക്കൂർ നടത്തം അതും മുടങ്ങേണ്ട. കാരണം രാവിലെ എണീറ്റിട്ടുള്ള ആ ഒരു സംഭവം കൂടി ചെയ്യുമ്പോഴേ പിന്നെയുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ കൂടെ കറക്റ്റ് ആവുള്ളൂ. അതുകൊണ്ടൊന്ന് നടന്നു വരാമെന്ന് വിചാരിച്ചു. ഞാൻ മെട്രോൻ്റെ അവിടേക്ക് വന്നിരിക്കുകയാണ്. കാരണം അവിടെ ആകുമ്പോൾ കുറച്ച് വണ്ടികളൊന്നും ഇല്ലാതെ സമാധാനമായി നടക്കാമല്ലോ, അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ നടന്ന് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ അമ്പലത്തിലൊന്ന് പോയിട്ടോ. ജസ്റ്റ് നമ്മുടെ അവിടെ അടുത്ത് തന്നെയല്ലേ, അപ്പോൾ ഒന്ന് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇനി ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോട്ടെ. ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഓട്സ്, ഓവർനൈറ്റ് ഓട്സ് ആണ്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പേരൊക്കെ എഴുതിച്ചിട്ടുണ്ട്. കണ്ട, പേരൊക്കെ എഴുതി. നിങ്ങൾ ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഷോർട്സ് കണ്ടിട്ടുണ്ടാവും. അതിൽ ഇനി ഒരു ഫ്രൂട്ടും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ അതിൽ ഞാനിപ്പോൾ ആപ്പിൾ എടുത്തിട്ടില്ല, ആപ്പിൾ ആഡ് ചെയ്യട്ടെ കേട്ടോ. അത് ഞാൻ രാവിലെയാണ് ആഡ് ചെയ്യാറ്. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത്. ഓട്സ്, ആൽമണ്ട് മിൽക്ക് അല്ലെങ്കിൽ സോയാ മിൽക്ക് അല്ലെങ്കിൽ സാധാരണ പാലായാലും, അല്ലെങ്കിൽ യോഗേർട്ട് ഉണ്ടല്ലോ, ഫ്ലേവേർഡ് യോഗേർട്ട് ആവാം, ഗ്രീക്ക് യോഗേർട്ട് ആവാം, സാധാരണ തൈരാവാം, അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ ചിയാ സീഡ്, പിന്നെ ഞാൻ ഓട്സ്, റോൾഡ് ഓട്സ് ആണ് എടുക്കുന്നത്. അത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഓവർനൈറ്റ് ഓട്സ് ആണെങ്കിൽ. ഇനി ചിലവർക്ക് അത് പറ്റില്ലെങ്കിൽ ഒരു ഇത്തിരി വെള്ളത്തിലൊന്ന് കുറുക്കി എടുക്കാം, അത് നമ്മുടെ ഇഷ്ടത്തിന്. പക്ഷേ ഞാൻ കുക്ക് ചെയ്യാറില്ല, അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചിയാ സീഡ് ഇട്ടു, മധുരത്തിന് ഒരു ഡേറ്റ്സ്. പിന്നെ എന്താ പറയുക, നമ്മുടെ ചിയാ സീഡ് തന്നെ നല്ല പ്രോട്ടീനാണ്, ആൽമണ്ട് മിൽക്ക് പ്രോട്ടീനാണ്. അപ്പോൾ ഹൈ പ്രോട്ടീൻ ഫുഡ് കഴിക്കുക എന്നുള്ളതാണല്ലോ. ഞാൻ ഇട്ടിട്ടുള്ള ആ സീഡ്സ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കുറേ കുരുകൾ, മത്തൻ്റെ കുരു അങ്ങനെയല്ലേ, പംകിൻ സീഡ്സ്. ഇത് നമുക്ക് റോസ്റ്റഡ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും, നല്ല ടേസ്റ്റ്, എനിക്കിഷ്ടമാണ്. പണ്ടൊക്കെ നാട്ടിൽ ഈ മത്തൻ ഉണ്ടല്ലോ, മത്തൻ്റെ കുരു ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ചുടും. അതുതന്നെ സംഭവം, നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം. മത്തൻ്റെ കുരു, പിന്നെ എന്തിൻ്റെയൊക്കെയാ വേറെ എന്തൊക്കെയോ കുരുകളുണ്ട്, അതൊക്കെ ഫ്ലാക്സ് സീഡ്സ്, ഇതെല്ലാം കൂടെ എടുത്ത് റോസ്റ്റ് ചെയ്ത് വയ്ക്കാം. നല്ല ടേസ്റ്റാണ്, ഹൈ പ്രോട്ടീനാണ്. സ്ത്രീകളുടെ ഹോർമോണൽ ഇഷ്യൂസും പരിപാടികൾക്കൊക്കെ ബെസ്റ്റ് സാധനമാണെന്നാണ് പറയണത്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഡെയിലി ഒരു ടേബിൾ സ്പൂൺ ഇതിലിട്ടിട്ട് കഴിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഡയറ്റ് ചാർട്ടാണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത്. എന്താ വെച്ചാൽ രാവിലെ മുതൽ എന്തൊക്കെ ഉണ്ടാക്കണം. ഇതിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരും. ചില ദിവസം നമ്മളൊരു ഡോക്ടറെ കണ്ടിട്ടാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ പറയാം. നമ്മളൊരു ഡയറ്റീഷ്യനെ കണ്ടിട്ട് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ എത്രയായാലും നമ്മൾ ബ്ലൈൻഡ്ലി ഒരു യൂട്യൂബോ ഇതൊന്നും ഫോളോ ചെയ്യരുത്. കാരണം ഓരോരുത്തർക്കും ഓരോ മെഡിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഓരോ വെയിറ്റ് ആയിരിക്കും, ഓരോ ഇതായിരിക്കും. അതുകൊണ്ട് വേറൊരാൾ ഇത്ര കാലറി കഴിക്കുക പറഞ്ഞാൽ അത് ബ്ലൈൻഡായിട്ട് കഴിക്കരുത്. നമുക്ക് എന്താ വേണ്ടതെന്ന് ഡോക്ടർക്കാണ് കൂടുതൽ അറിയാം, പഠിച്ചൊരാൾക്കാണ് കൂടുതൽ അറിയാം. പിന്നെ നമുക്കും കുറേയൊക്കെ, പിന്നെ നമുക്ക് എന്തൊക്കെ കുറവുകളുണ്ട്, ഡെഫിഷ്യൻസീസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ഡയറ്റ് എടുക്കാൻ പാടുള്ളൂ. ഒരിക്കലും യൂട്യൂബോ ഇൻസ്റ്റയോ നോക്കി ബ്ലൈൻഡായിട്ട് നോക്കി സെയിം ഡയറ്റ് ഫോളോ ചെയ്യരുത്. റെസിപ്പി നമുക്ക് ഫോളോ ചെയ്യാം, അതായത് റെസിപ്പീസ് നമുക്ക് മാറി മാറി ചെയ്യാം. പക്ഷേ എന്തൊക്കെ വേണം, എത്ര കാലറി കഴിക്കണം എന്നുള്ളത് ഡയറ്റീഷ്യന് മാത്രമേ അറിയുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ന്യൂട്രീഷ്യനിസ്റ്റിന് മാത്രമാണ് അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിട്ട് രംഷേട്ടനുള്ളതും എനിക്ക് പിന്നെ ഏകദേശം അറിയാമല്ലോ എന്തൊക്കെയാണ്, കുറേ കാലമായി പരിപാടി തുടങ്ങിയിട്ട്. അപ്പോൾ അതൊക്കെ ടെസ്റ്റുകൾ, ആനുവൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ അത് പിന്നെ കുറച്ച് 6 മാസം മുന്നേ ചെയ്തതാണ്. ഏകദേശം കൈവിട്ട് പോയി. ഈ ഒരു 6 മാസമായിട്ട് ഇങ്ങനെ ഒട്ടും ഈ വീടിൻ്റെ പണിയും ഇതും കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ഒട്ടും ഹെൽത്ത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ജാനുവരിയിൽ റെസൊല്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല, പറ്റണ പോലെ ജാനുവരിയിൽ നമുക്കൊന്ന് നോക്കാം പറ്റുമോ, ഒന്ന് ഹെൽത്ത് തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം ഞാൻ ഇതിൽ ആപ്പിളും കൂടെ ഇട്ട് നല്ല ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുകയാണ്. ഇനി 10 മണി 11 മണിക്കൊക്കെ നമ്മൾ ഓരോന്നൊക്കെ കഴിക്കും. അപ്പം ചില ദിവസമൊക്കെ ഞാൻ വാട്ട് ഐ ഈറ്റിൻ്റെ ഇടയുടെ ഷോർട്സ് വേണമെന്ന് പറയണം.
രംഷേട്ടനൊക്കെ 7 നേരമൊക്കെയാണ് ഭക്ഷണം കൊടുത്തിരിക്കുന്നത്. തടി ഇല്ലാത്തവർക്ക് വെയിറ്റ് കൂട്ടാനും മസിൽ വർക്കൗട്ട് നന്നായി ചെയ്യുന്ന കാരണം അവർക്ക് മസിൽ കൂട്ടാനും അതൊക്കെ ആകുമ്പോൾ ഭക്ഷണം കൂടുതലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കുറച്ചിട്ട്, അതായത് 4 ചപ്പാത്തി 5 ചപ്പാത്തിയിലോടത്ത് 2 ചപ്പാത്തി കുറയ്ക്കാൻ പറഞ്ഞു. ഭയങ്കര രസമാണ് രംഷേട്ടൻ. അത് ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം. നമ്മൾ തടിക്കാത്ത ആളുകളെ തടിപ്പിക്കാൻ ഞാൻ അടക്കമുള്ള ആളുകൾ കണ്ടത് മുഴുവനെ കൊടുക്കും. എങ്ങനെയെങ്കിലും തടിക്കട്ടെ ഡോക്ടർ അടുത്ത് പോയി ഡോക്ടർ എല്ലാ സാധനങ്ങളും വെട്ടിച്ചെടുക്കാൻ പറഞ്ഞു. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കഴിക്കാൻ പറഞ്ഞു. തന്നെ ഫാറ്റ് ആയിക്കോളും എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, അത് ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് തന്നെ ഇടണം. വെറുതെ ഇന്നിട്ടിട്ട് ഞാൻ അതിൻ്റെ സമയം കളയുന്നില്ല. കാരണം അത് നല്ല രസമാണ്. നല്ല നമ്മൾ വിചാരിക്കുമ്പോൾ എത്ര അടിപൊളി ഫുഡുകളാണ് ആക്ച്വലി ഡയറ്റ് എന്ന് പറയുമ്പോൾ എന്നുള്ളത് നമുക്ക് തോന്നും. പക്ഷെ നമുക്ക് വേണ്ടാത്ത തല്ലിപ്പൊളി ഫുഡുകളൊക്കെ ഒഴിവാക്കുകയും വേണം. നമ്മൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്ന വയറ് നിറയാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡൊന്നും നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ഗുണം ചെയ്യില്ല. കുറേ കൊളസ്ട്രോളും ഷുഗറും വരുത്തും എന്നല്ലാതെ നമ്മുടെ ശരീരത്തിലേക്ക് ഗുണം ചെയ്യുന്ന ഫുഡുകളൊക്കെ കഴിച്ച് നമ്മൾ നോർമൽ കഴിക്കുന്ന കുറേ കഴിക്കുന്ന ഫുഡൊക്കെ കുറയ്ക്കുക. അങ്ങനത്തെയൊക്കെ ഡയറ്റും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ അപ്പോൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മുടെ സെറ്റ് മുണ്ടുകളൊക്കെ ഒന്ന് വെയിലത്തിട്ടു കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് തിരുമ്പി എടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഓരോ പ്രാവശ്യം വെയിലത്തിട്ട് ഒന്നും കൂടെ ഉടുത്തതിന് ശേഷം തിരുമ്പിയാൽ മതി. അപ്പം ഇതാണ് തിരുവാതിരയ്ക്ക് ഉടുക്കുന്ന സെറ്റ് മുണ്ട്. അത് ഗോൾഡൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഗോൾഡൻ എടുത്തു. നമ്മൾ അന്ന് കൊടുത്ത സെറ്റും കൊണ്ട് നമ്മുടെ ഷോർട്സ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഈ കരയാണ് കേട്ടോ. എനിക്ക് എന്താ അറിയില്ല, എനിക്ക് ഈ ഗോൾഡിനേക്കാളും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ വെറും കര ഉള്ളതുണ്ടല്ലോ, ഒട്ടും കസവില്ലാതെ ഇങ്ങനെ വളരെ തിൻ കര ഇഷ്ടമാണ്. പക്ഷെ അതിനെനിക്ക് നല്ല പ്രിന്റഡ് ബ്ലൗസ് പോലത്തെയൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ ഒരു പേജ് കണ്ടുവച്ചിട്ടുണ്ട് അടുത്ത പ്രാവശ്യം എടുക്കാൻ വേണ്ടി. ഇത് AR ഹാൻഡ്ലൂംസ് എന്ന് വാങ്ങിയത് കേട്ടോ. നമുക്ക് 8 പേർക്കും കൂടെ ഒരുമിച്ച് ഓർഡർ ചെയ്തതാണ്. ഇത് എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം മുന്നേ വാങ്ങിയതാണ്. കാരണം സെറ്റ് മുണ്ടൊന്നും എല്ലാ വർഷവും വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊന്ന് 2 വർഷം മുന്നേ വാങ്ങിയിട്ട് പിന്നെ ഇതേപോലത്തെ ഇതൊരു തിരുവാതിരയുടെ അന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഒരു 10 ഇഞ്ചിൻ്റെ, ഇത് 5 ഇഞ്ച് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് 10 ഇഞ്ചിൻ്റെ വലുതൊന്ന് വാങ്ങിയിട്ടുണ്ട്. അതും ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗോൾഡിൻ്റെ കുറേ ഇരിക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻ തിരുവാതിരയൊക്കെ വരുമ്പോൾ. അപ്പോൾ പിന്നെ അത് മാറി മാറി കൊടുക്കാമല്ലോ, വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇതൊന്ന് കഴുകണം, വക്കടിക്കാൻ കൊടുക്കണം. ഒരു ഇതിൻ്റെ വക്കടിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെയാണ് ഇന്ന്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് അയൺ ചെയ്യാൻ കൊടുക്കാൻ. ഇതിന് നമുക്ക് തിരുവാതിരയ്ക്കുള്ള എന്താ പറയുക യൂണിഫോം പോലെ എന്ന് പറയണത് ബ്ലൗസ് ഞാൻ അന്നിട്ടില്ലേ, അതാണ് കേട്ടോ കാണിച്ചുതരാം. ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ട് അടുത്ത പ്രാവശ്യം ആവശ്യമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ബ്ലൗസാണ്. ഇത് അന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു നല്ല ഭംഗിയുണ്ടെന്ന്. ഇതൊക്കെ നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പുണ്ട്, ഞാൻ പറയാറില്ല, വിഗ്നഹർ എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്നാണ് ഞാൻ ബ്ലൗസൊക്കെ വാങ്ങുക. 120 രൂപ 150 രൂപയൊക്കെയാണ് മീറ്ററിന് വിലയുള്ളത്. നമുക്ക് 1 മീറ്റർ അല്ല, മാക്സിമം 1.2 മീറ്റേഴ്സൊക്കെയാണ് ഫുൾ കൈ വലുതാവുമ്പോൾ വേണ്ടു. അപ്പം അതുകൊണ്ട് അവിടെ നിന്നാണ് എപ്പോഴും ഗീതു പ്രാവശ്യം വന്നിട്ട് 1-2 ബ്ലൗസ് മെറ്റീരിയൽ. അമ്മ പിന്നെ എപ്പോഴും വരുമ്പോഴും ബ്ലൗസ് മെറ്റീരിയൽ ഇവിടുന്ന് വാങ്ങും. നല്ല ക്വാളിറ്റിയുള്ള സംഭവങ്ങളുമാണ്. അപ്പോൾ രണ്ടിനും കൂടെ ഒരു ബ്ലൗസ് ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സാരി അതെ. അപ്പം ഇനി ഇതൊക്കെ മടക്കി വെക്കുക, ഇതൊക്കെ പരിപാടികളൊക്കെയാണ് കേട്ടോ. അയ്യോ, എനിക്ക് കുറേ സാരികൾ ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുക്കാനുണ്ട്. എൻ്റെ അന്ന് ഉടുത്ത സാരി ഇതുപോലെ ഇരിക്കണം. നമ്മുടെ കല്യാണത്തിന് ഉടുത്ത സാരി. ഇതൊക്കെ ഞാൻ എപ്പോഴും ഉടുത്തു കഴിഞ്ഞാൽ ആദ്യം ഒരു ദിവസം ഫുള്ള് വെയിലത്തിട്ടിട്ട് നന്നായിട്ട് ഉണക്കും കേട്ടോ. ആദ്യത്തെ പ്രാവശ്യം ഒരുപാട് ഫുൾ ഡേ എടുത്തിട്ടില്ലെങ്കിൽ ഒരു 2-3 മണിക്കൂർ എടുത്തിട്ടുള്ളൂ വെച്ചാൽ ഫുള്ള് വെയിലത്തിട്ടിട്ട് നന്നായിട്ട് ഉണക്കും. ഭയങ്കര എന്താ പറയുക, കംപ്ലീറ്റ് ലൈറ്റ് അടിക്കുന്ന വെയിലല്ല, എന്നാൽ അത്യാവശ്യം നല്ല വെയിലത്ത് തന്നെ ഇട്ടിട്ട് ഉണക്കിയിട്ട്, അതായത് നമുക്ക് ആ വിയർപ്പിൻ്റെതൊക്കെ പോയി എല്ലാം ചെയ്തിട്ട് പിന്നെ ഒന്ന് അയൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടി എടുക്കാം. ഇത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അടുത്തുള്ളൊരു എന്താ പറയുക കോട്ടൺ സാരിയാണിത്, കല്യാണി കോട്ടൺ എന്ന് പറയും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ കളർ. ഇതിൻ്റെ ഒന്നും കൂടി ഇനി എടുക്കാണ്ട്. വാങ്ങിയിട്ട് എത്ര കൊല്ലമായി, നമ്മളന്ന് വ്ളോഗിലിട്ടത് 4 കൊല്ലം അല്ലേ, ഒരു 3-4 കൊല്ലമായി വാങ്ങിയിട്ട്. ഇപ്പോഴാണത് ഒന്ന് ആദ്യമായിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഒന്ന് ഇനി എടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ ഇതിലൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുക. ഇതൊക്കെയാണ് എൻ്റെ പരിപാടി. ഏതൊക്കെ വക്കടിക്കാൻ കൊടുക്കണം അതൊക്കെ മാറ്റി വയ്ക്കണം, ഏതൊക്കെ കഴുകാനുണ്ട് അതൊക്കെ മാറ്റി വയ്ക്കണം. ഇനി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ഈ ഒരു സൺഡേ ആകുമ്പോഴേക്കും. ഈ വീഡിയോ വരുമ്പോൾ ഇനി എന്നാ വരാറില്ല, അതല്ലെങ്കിൽ 2-3 ദിവസം കൂടി ഉണ്ട്. ഇനി തിരുവാതിരയ്ക്കും പിന്നെ സ്വർഗ്ഗവാതിൽ ഏകാശി വരുന്നുണ്ട്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെയുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെയാണ്. എൻ്റെ മൈലാഞ്ചി ഓൾമോസ്റ്റ് തിരുവാതിരയമ്മയ്ക്ക് മാഞ്ഞു തുടങ്ങി. ഇത് രംഷേട്ട് ഇട്ടെന്താ കേട്ടോ, ജസ്റ്റ് വട്ടും തൊപ്പിയല്ലേ വേണ്ടു.
ഈ ഫേക്ക് നെയിൽസ് പോയിട്ടില്ല കേട്ടോ, സംഭവം ഭയങ്കര അടിപൊളിയായി. ഞാൻ ആക്ച്വലി അതിലൊന്ന് പോണ്ട്, ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോവും. ഈ ഒരു കയ്യിലെ 1-2 ഇടയ്ക്കിടയ്ക്ക് പോവും, ഞാൻ ഒട്ടിക്കും. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കയ്യിൽ ഗ്ലൂ ഉണ്ട്. അത് ഈ തിരുവാതിരയും കൂടെ കഴിഞ്ഞാൽ പിന്നെ പോവാണെങ്കിൽ പോയിക്കോട്ടെ. അവരൊരു 15 to 20 days ആണ് പറഞ്ഞത്. അപ്പൊ 20 days നിന്നു. 1 മാസം നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. അപ്പൊ സ്ഥിരമായിട്ടില്ല, പക്ഷെ നല്ല വൃത്തിയല്ലേ. മറ്റേത് എപ്പോഴും നമ്മൾ അങ്ങനെ നെയിൽ പോളിഷ് ഇട്ട്, ഞാനങ്ങനെ നഖം വളർത്താറുമില്ല, വളർത്തുമ്പോൾ പൊട്ടും ചെയ്യും. അപ്പൊ ഇതെനിക്ക് ഓക്കെ ആയി. ഇപ്പൊ ഡിസംബർ, ക്രിസ്മസ് അല്ലെങ്കിൽ നാട്ടിൽ പോവാ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഓക്കെ. അല്ലാതെ സ്ഥിരമായിട്ട് ഇടണത് അത്ര നല്ലതൊന്നുമല്ല, കാരണം നെയിൽസിന് നന്നല്ല ഇത്. ഈ ഗ്ലൂ നെയിലിൽ ഇങ്ങനെ വെക്കില്ല. അപ്പോൾ പെർമനന്റ് ആയിട്ട് ഇങ്ങനെ എന്നും മാറ്റി മാറ്റി ഫേക്ക് നെയിൽസ് വെക്കുന്നത് നെയിൽസിന് അത്ര നല്ലതല്ല എന്നാണ് പറയാ. അതേപോലെ ജെൽ പോളിഷ് ഇടുന്നതൊന്നും നെയിൽസിന് അത്ര നല്ലതല്ല. അപ്പോൾ വല്ല ഫംഗ്ഷനോ അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ മാത്രം ഇടാമെന്ന് വിചാരിച്ചു. പക്ഷെ സംഭവം ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. രാത്രി ചുമച്ചിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, കോൾഡും എന്തും കാരണം, ഈ ക്ലൈമറ്റും സംഭവങ്ങളൊക്കെ കാരണം. അപ്പം ഞാൻ എന്തായാലും പോയിട്ട് എൻ്റെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യട്ടെ. തിരുവാതിരയുടെ സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. അയ്യോ, ഇങ്ങനെ സാരി, ഞാൻ പൊതുവേ സാരി ഉടുക്കൽ വളരെ കുറവുള്ള ആളാണ്. ഗീതു പ്രാവശ്യം വന്നിട്ട് വെച്ചാൽ എൻ്റെ കയ്യിൽ എത്ര സാരി, അവളൊരു 1-2 സാരിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നിനക്കിത് സാരിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉടുത്തൂടെ, അല്ലെങ്കിൽ വ്ളോഗിലെങ്കിലും ഉടുത്തു. ഇങ്ങനെ അലക്കി ഞാൻ ഓരോ പ്രാവശ്യം സാരി ഉടുക്കുന്നു, തടി കുറയട്ടെ അങ്ങനെ എന്ന് മെലിഞ്ഞാലും ഞാൻ അത് തന്നെയാണ് വിചാരിച്ചത്. 2025 കുറച്ച് അധികം സാരി ഉടുത്താലോ. ഇപ്പോൾ അതിങ്ങനെ ഉടുക്കുമ്പോൾ അത്ര ഭംഗിയുണ്ട് തോന്നില്ല. മീൻസ് ചുരിദാറാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ. പക്ഷേ ഞാൻ സാരി ഉടുക്കുമ്പോഴാണ് എന്നോട് എല്ലാവരും പറയാറ് നല്ല ഭംഗി, നിങ്ങളാണെങ്കിലും അതെ ചേച്ചിക്ക് സാരി ഉടുക്കുമ്പോൾ നല്ല പ്രത്യേക ഭംഗിയാണെന്ന് പറയാറുണ്ട്. പക്ഷെ എനിക്കെപ്പോഴും ചുരിദാർ ഇടുമ്പോഴാണ് ഭയങ്കര സുഖം. അപ്പോൾ ഈ 2025 കുറച്ചധികം സാരികൾ, അതായത് ഉള്ള സാരി വാങ്ങലല്ല, ഉള്ളതൊക്കെ ഒന്ന് വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഉടുത്ത് എടുക്കുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ് ഇത്. അങ്ങനെ ഡ്രസ്സൊക്കെ തിരുമ്പാനുള്ളതൊക്കെ തിരുമ്പിയിട്ടു. കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, എഡിറ്റിംഗ് ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. അതൊന്നും പിന്നെ വീഡിയോയിൽ വെറുതെ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇന്ന് ഉച്ചയ്ക്കത്തെ ഫുഡ് പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, രാവിലെ 8 മണിക്ക് ഓഫീസിൽ പോകുമ്പോഴേക്കും ലഞ്ചും കാര്യങ്ങളും ഒക്കെ റെഡിയാകും. ഇപ്പോൾ പ്രത്യേകിച്ചും ടിഫിൻ കുറേ കൊടുത്തേക്കേണ്ട, ചാർട്ട് അനുസരിച്ചിട്ടായ കാരണം എല്ലാം കൊടുത്തേക്കണം. ഒന്നും ഓഫീസിൽ നിന്ന് അങ്ങനെ കഴിക്കാറില്ല, മാക്സിമം ഓഫീസിൽ നിന്ന് കഴിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടോ. ഇനിയിപ്പോൾ എന്താ ഉച്ചയ്ക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക, അതാണ് ഇന്നത്തെ ഉച്ചയ്ക്കത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ കുറച്ച് അടിപൊളി പ്രോഡക്റ്റുകൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം സാധാരണ പോലെ ഡ്രസ്സൊന്നല്ല, എന്നും നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അല്ലേ. ഇപ്രാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും വാങ്ങിക്കാൻ ആഗ്രഹമുള്ളതുമായിട്ടുള്ള സാധനങ്ങളാണ്. കുറച്ച് അടിപൊളി ലിപ്സ്റ്റിക്സും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. കാരണം ആമസോണിൽ, ആമസോണിലാണ് എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാരണം ആമസോണിൽ 13 ജാനുവരി മുതൽ ദി ഗ്രേറ്റ് റിപ്പബ്ലിക് ഡേ സെയിൽ നടക്കുന്നുണ്ട്. 80% ഓഫും, അതുപോലെ 1500+ ടോപ്പ് ബ്രാൻഡ്സും 3 lakh+ സ്റ്റൈൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാം നല്ല ലാഭത്തിൽ കിട്ടും. സോ എന്താ പറയുക, എപ്പോഴും ഡ്രസ്സ് ഇങ്ങനെ കാണിച്ച് ഡ്രസ്സും ഞാൻ വാങ്ങിയിട്ടുണ്ട്, കാണിക്കുന്നതായിരിക്കും. അതല്ലാതെ എൻ്റെ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ്, ഞാൻ ഇപ്പോൾ വാങ്ങിയതും മുന്നേ വാങ്ങിയതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എന്നോട് എപ്പോഴും ചോദിക്കുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അന്ന് ഷോർട്സിലൊക്കെ കാണിച്ച കുറേ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്യൂട്ടി പ്രോഡക്റ്റുകളൊക്കെയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിലാദ്യം തന്നെ എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഇതാണ് ഡോട്ട് ആൻഡ് കിഡ് ലിപ് ബാം ആണ് കേട്ടോ. ഇത് ഹൈഡ്രേറ്റിംഗ് ലിപ് ബാമും ആണ്, SPF 50. ഇപ്പോൾ പ്രത്യേകിച്ചും വിൻ്ററൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ ചുണ്ട്, പൊതുവേ എൻ്റെ ഡ്രൈ സ്കിന്നാണ്, അപ്പോൾ ചുണ്ട് ഇങ്ങനെ പൊട്ടുമ്പോൾ ഇത് ബെസ്റ്റാണ് കേട്ടോ. ഞാൻ ഭയങ്കര ഇഷ്ടമായി ഇതിടാൻ. ഇതിട്ട് കഴിഞ്ഞാൽ ആക്ച്വലി ലിപ്സ്റ്റിക് ഇടാൻ വലിയ ഇഷ്ടമില്ലാത്തവർക്ക് ഇടേണ്ട ആവശ്യമില്ല. നല്ല ലിപ് ബാമാണ്, ടിൻറ്റഡ് ആണ്, ഒരു റെഡ് ഉണ്ടോ ഒരു ഷെയ്ഡ് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ എപ്പോഴും രാവിലെയും വൈകിട്ടും ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇത് എൻ്റെ ഫേവറേറ്റ്. അത് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ വാങ്ങിച്ചു, അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. എൻ്റെ അടുത്ത് എപ്പോഴും എല്ലാവരും ചോദിക്കുന്നതാണ് ഞാൻ ഇടുന്ന ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് അത് ഏതാന്നുള്ളത്. അതെൻ്റെ കുറേ കാലമായിട്ടുള്ളതാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആണ്, ലിപ്സ്റ്റിക്കാണ് ഷുഗറിൻ്റെ. ഇത് ഞാൻ ഉണ്ടോ നോക്കട്ടെ, ഈ സെയിം ഷെയ്ഡ്. ഇത് 13 റോസ് ജോബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതും അതുപോലെ മാക്കിൻ്റെ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്, അതുമാണ് ഞാൻ എപ്പോഴും മാറി മാറി ഇടാറ്, മാക്കിൻ്റെ. പിന്നെ ഇത് മാൾസിൻ്റെ. ഇത് ഞാൻ കുറേ പേര് റിവ്യൂ കണ്ടിട്ട് ഞാൻ വാങ്ങിയത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഷെയ്ഡ്. ഇത് മാൾസിൻ്റെ ഖൂബ്സൂരത് കിച്ചടി, ഇതിൻ്റെ പേര് കേട്ടിട്ടാട്ടോ ഞാൻ വാങ്ങിയത്. നല്ല രസമല്ലേ പേര്. ഇത് ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഒന്നല്ല, ഇടയ്ക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും, പക്ഷെ എന്നാലും അത്യാവശ്യം ഒരു, അപ്പോൾ അത് കൊണ്ടുപോയാൽ മതിയല്ലോ. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ്. അയ്യോ കിടുക്കാച്ചി ഷെയ്ഡ്. ഇതിട്ട് കഴിഞ്ഞാൽ ചുണ്ട് എന്ത് രസമറിയാൻ കാണാൻ, നല്ല സൂപ്പർ ഷെയ്ഡ് മാൾസിൻ്റെ. ഇത് ഞാൻ ഇപ്പോൾ അടുത്ത് വാങ്ങിയതാട്ടോ. പിന്നെ എനിക്ക് ഗീതു ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ അവളുടെ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അവളോട് വെച്ചത് എവിടുന്ന ഏതാണെന്ന് വെച്ചപ്പോൾ അവളാണ് ഷുഗർ പോപ്പിൻ്റെ കോഫി ക്രേസ് എന്ന് പറഞ്ഞ ഷെയ്ഡ്. എന്നിട്ട് ഞാൻ അത് അപ്പം തന്നെ ഓർഡർ ചെയ്തു കേട്ടോ. അയ്യോ സൂപ്പർ. ഏകദേശം നമ്മുടെ ഈ ഷുഗറിൻ്റെയും
ഓൾമോസ്റ്റ് കുറേയൊക്കെ ആ ഒരു ഷെയ്ഡ് പോലെയാണ്, ഷുഗറിൻ്റെയും മാക്കിൻ്റെയും ഒക്കെ ആ ഒരു ഷെയ്ഡ് പോലെ. ഇത് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ, നല്ല രസമുള്ള ഷെയ്ഡാണ് കോഫി ക്രേസ്. ഇതൊക്കെ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇതും അധികം അങ്ങനെ വിലയൊന്നുമില്ല, ഷുഗർ പോപ്പിൻ്റെ ക്വാളിറ്റി നല്ലതാണല്ലോ. അപ്പോൾ എപ്പോഴും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ കുറച്ചൊരു ക്വാളിറ്റി ഉള്ള സാധനം ലിപ്സ്റ്റിക്ക്, അല്ലെങ്കിൽ ലിപ്സ് ഭയങ്കരമായിട്ട് ഡാർക്കാണ്. പിന്നെ എനിക്ക് പ്ലമ്മിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല കിഡിലൻ ഒരു ലിപ്സ്റ്റിക്കാണ് ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. പക്ഷേ ഇതിൻ്റെ ഷെയ്ഡ് ആക്ച്വലി ഇടുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് തോന്നിയത് വെച്ചാൽ, ഒരു പ്രാവശ്യം എനിക്ക് അബദ്ധം പറ്റി. ഈ ഒരു ഷെയ്ഡ് ഇടുമ്പോൾ, ബാക്കിയൊന്നും ഇടുമ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത് ഇടുമ്പോൾ നല്ല രീതിക്ക് നല്ലൊരു ഡാർക്ക് ലിപ് ലൈനറൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് ഇടുമ്പോഴാണ് അത് ഡിഫൈൻ ചെയ്ത് കാണുള്ളൂ. അല്ലെങ്കിൽ ചുണ്ട് എന്തോ പോലെ ഉണ്ടാവും. പക്ഷെ ഷെയ്ഡ് കിട്ടു ഷെയ്ഡാണ് നല്ല. പിന്നെ ഒരു ഫേസ് സ്കാനഡയുടെ ഒരു ബോൾഡ് ലിപ്സ്റ്റിക്ക്, അത് ഞാൻ ഈ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് തന്നെയാണ് കേട്ടോ. ഇതും ഈ പറഞ്ഞ പോലെ, പക്ഷെ എനിക്ക് എന്താ വെച്ചാൽ ഞാൻ അത്രയും വല്ല ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ റെഡ്, എനിക്ക് പൊതുവേ എനിക്ക് തന്നെ എന്തോ റെഡ് ഇടുമ്പോൾ ഭയങ്കര ഇതായിട്ട് തോന്നും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്ര ബോൾഡ് കളേഴ്സ് ഇടാൻ, റെഡൊക്കെ. അപ്പോൾ ആ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ വാങ്ങിയതാണ്. ഇത്രയാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. പിന്നെ എൻ്റെ കയ്യിൽ ഒരു മാക്കും സഫോറി ഉണ്ട്. അത് ഞാൻ എന്തായാലും അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ഷോർട്സിൽ പറയുന്നതായിരിക്കും. അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാനന്ന് കാണിച്ച പോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ ബോഡി ലോഷൻ. ഇതൊരു രക്ഷയില്ല കേട്ടോ. ഇത് വാങ്ങിച്ചവർക്കറിയാം. ഒരു പ്രാവശ്യം ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇത് തന്നെ വാങ്ങിക്കുള്ളൂ, അത്ര കിടുവാണ്. ഇതിൻ്റെ റോസാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ അവരുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു സംഭവം ഉണ്ട്, അത് നിങ്ങൾ കിട്ടുകയാണെങ്കിൽ വാങ്ങണേ. ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അന്ന് ഞാൻ നോക്കിയപ്പോൾ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയ കാരണം ഞാൻ റോസ് വാങ്ങിയത്. പാഷൻ ഫ്രൂട്ടിൻ്റെ ഞാൻ ഗീതുൻ്റെ അവിടെ നിന്ന് ഞാൻ പറഞ്ഞേ, ഇത് നല്ല മണമാണ്. പക്ഷെ പാഷൻ ഫ്രൂട്ടിൻ്റെ എന്താ പറയുക, അത് കഴിക്കും നമുക്കിങ്ങനെ അടുത്ത് കൂടെ പോകുമ്പോൾ അങ്ങനെ കടിക്കാൻ തോന്നുന്നതൊക്കെ പറയില്ലേ, നമുക്കിങ്ങനെ നക്കാൻ തോന്നുന്നതൊക്കെ പറയില്ല, അത്ര മണമാണ്. പിന്നെ എന്നും കുളി കഴിഞ്ഞ് വന്ന അർബൻ ബൊട്ടാനിക്സിൻ്റെ റോസ്. ഇതെന്താ വെച്ചാൽ ഒരു പ്രാവശ്യം വാങ്ങിയ പിന്നെ ഒരു 3-4 മാസത്തേക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു ബ്രാൻഡ് എനിക്ക് നന്നായി തോന്നി. ഇത് അർബൻ ബൊട്ടാനിക്സിൻ്റെ ആണ്. നമ്മുടെ റോസ് വാട്ടർ ഇല്ലേ, അതെന്നും കുളി കഴിഞ്ഞ് വന്നാൽ ഫസ്റ്റ് നമ്മളൊന്ന് അടിക്കും. അത് കഴിഞ്ഞിട്ടാണ് വൈറ്റമിൻ സി സീറം, അത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ, അങ്ങനെയാണ് പിന്നെ സൺസ്ക്രീൻ. ഇത്രയാണ് നമ്മുടെ രാവിലത്തെ റൂട്ടീൻ. ഈവനിങ് ആകുമ്പോഴും ഇതടിക്കും, വൈറ്റമിൻ സി, മോയ്സ്ചറൈസർ. ഇത്രയാണ്. അത് ഡെയിലി ഇപ്പോൾ ഒരു 3 കൊല്ലമായിട്ട് നിർത്താതെ ചെയ്യുന്നൊരു പരിപാടിയാണ് കേട്ടോ. സ്കിന്നിന് ഭയങ്കര നല്ലതാണ്. ഈവൻ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളൊന്ന് ഡയറ്റീഷ്യൻ കം ഡെർമറ്റോളജിസ്റ്റും ഒക്കെ പോയപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ്, അതായത് സ്കിന്നിന് എന്താണെന്ന് വെച്ചാൽ ഒരു സംഭവം ചെയ്യേണ്ട, നന്നായി വെള്ളം കുടിക്കുക, നല്ല ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സംഭവങ്ങളൊക്കെ കഴിക്കുക ഡെയിലി. ഇപ്പം ഞാൻ ഈ പറഞ്ഞ 3 സംഭവങ്ങൾ രാവിലെയും വൈകിട്ടും സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സ്കിൻ ഭയങ്കര ഗ്ലോ ആവും, നല്ല ക്ലിയർ ആവും. അതല്ലാതെ ട്രീറ്റ്മെൻ്റ് ഒന്നും ആവശ്യമില്ല നോർമൽ ഒരാൾക്ക് എന്നുള്ളതാണ് പറഞ്ഞത് കേട്ടോ. അപ്പം പിന്നെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഈ ഡെർമാക്കോൻ്റെ ഈ ഒരു സൺസ്ക്രീൻ ലോഷനാണ് ഞാൻ ഇപ്പോൾ അടുത്ത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടാക്കിൻ്റെയും നല്ല സൺസ്ക്രീനാണ്. അത് കഴിഞ്ഞപ്പോൾ ഡെർമാക്കോൻ്റെ കിട്ടിയപ്പോൾ പിന്നെ ഞാൻ അത് അപ്ലൈ ചെയ്തു. ടാക്കും എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ളതാണ് കേട്ടോ. ഒരു നോർമൽ ഒരു സൺസ്ക്രീനിൻ്റെ ഒരു വൈറ്റ് വാഷ് പരിപാടികളൊന്നും ഉണ്ടാവാറില്ല. ഡെർമാക്കോ അതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒന്നാണ്. പിന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട എന്താ വെച്ചാൽ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. നോർമലി ഞാൻ യൂസ് ചെയ്യുന്നത് ഷുഗറിൻ്റെ ഫൗണ്ടേഷൻ ആട്ടോ. അതെനിക്ക് നല്ല ഇഷ്ടം, എൻ്റെ കറക്റ്റ് ഷെയ്ഡിൽ വരുന്ന ഫൗണ്ടേഷനാണ്. പക്ഷേ ഇപ്പം അടുത്തായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫൗണ്ടേഷനാണ് മാമാർത്തിൻ്റെ. പൊതുവേ എനിക്ക് ഇതിൻ്റെ ഫൗണ്ടേഷനൊന്നും അത്ര നന്നാവില്ല എന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അത്ര വലിയൊരു മെച്ചമൊന്നും ഉണ്ടാവില്ല, ഗുണമൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്ന ഫൗണ്ടേഷനാണ്. പക്ഷേ ഈ മാമാർത്തിൻ്റെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള നാച്ചുറൽ ഗ്ലോ എന്ന് പറഞ്ഞ ഷെയ്ഡ്, അത് എനിക്കും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് തോന്നുന്നു ഞങ്ങൾ കൂടുതൽ സ്റ്റേജ് പെർഫോമൻസിന് മേക്കപ്പ് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഞങ്ങളിത് യൂസ് ചെയ്യാറ്. അല്ലെങ്കിൽ കല്യാണത്തിന് ഞാൻ യൂസ് ചെയ്തിട്ട് കിട്ടുവാണ് കേട്ടോ. എന്താ പറയുക, നല്ല ഷെയ്ഡാണ്. ഇതിൻ്റെ ബേജ് ഗ്ലോ ആണ് ഗീതുവിനുള്ളത്. ഞാൻ കൊടുത്തു പ്രാവശ്യം അവൾ വന്നപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി കല്യാണത്തിന് അത് യൂസ് ചെയ്തപ്പോൾ. എൻ്റെ കയ്യിൽ 2 ഷെയ്ഡായിരുന്നു, ഒന്ന് നാച്ചുറൽ ഗ്ലോ, ഒന്ന് ബേജ് ഗ്ലോ. പക്ഷേ ബേജ് ഗ്ലോ എനിക്ക് എൻ്റെ സ്കിൻ ടോണിന് പോരാ, എന്നെക്കാളും കുറച്ചുകൂടെ നിറമുള്ള ആളുകൾ. ഇപ്പോൾ ഗീതുവിനാണ് അത് കൂടുതൽ മാച്ചായിട്ട്, അവൾക്ക് നല്ല പെർഫെക്റ്റ് ആയിരുന്നു, എനിക്കത് മാച്ചായിരുന്നില്ല. അപ്പോൾ അവളത് കൊണ്ടുപോയി. ഞാനും എൻ്റെ ഫ്രണ്ട്സും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ നാച്ചുറൽ ഗ്ലോന് എന്താ പറയുക, അതിൻ്റെ ഫാൻസാണ്. എൻ്റെ ഫ്രണ്ട് അതിനെപ്പോഴും പറയാം, അവൾക്കത് ഇത് ഇടുമ്പോൾ ഭയങ്കര നല്ല ഭംഗിയാട്ടോ അത് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. വലിയ പൊതുവേ നമ്മൾ വിചാരിക്കും ഇതിൻ്റെ ഫൗണ്ടേഷനൊന്നും ഇപ്പോൾ അത്ര നന്നാവില്ല, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. നോർമൽ ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഉപയോഗിക്കുന്ന ഷുഗറിൻ്റെ ഫൗണ്ടേഷനേക്കാളും എനിക്ക് ഇടുമ്പോൾ ഭംഗി തോന്നുന്നുണ്ട്. നിങ്ങൾ ആ തിരുവാതിരക്കളിയിൽ എൻ്റെ മേക്കപ്പ് കാണുമ്പോൾ നിങ്ങൾക്കൊരു നല്ല നാച്ചുറൽ, വലിയൊരു ഡിഫറൻസ് ഒന്നും ഇല്ലാത്ത, എന്നാൽ സ്റ്റേജിൽ നല്ല തിളക്കമുള്ള അങ്ങനെ ഒരു ഇത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മസ്റ്റാണ് കേട്ടോ.
അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. ഇത് എൻ്റെ കയ്യിൽ എത്ര വർഷമായി? 1 വർഷമായി. പക്ഷെ ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇത് എന്തുകൊണ്ട് കാണിച്ചുകൂടാ, ആരെങ്കിലും ഡാൻസ് പ്രാക്ടീസ് അല്ലെങ്കിൽ വെഡ്ഡിങ്ങിനൊക്കെ കുറച്ചും കൂടെ ഒരു ഗ്ലോയി ലുക്ക് കിട്ടാൻ, നോർമൽ അല്ലാത്ത ഒരു ഗ്ലോയി ലുക്ക് കിട്ടാൻ, എന്നാൽ നാച്ചുറൽ ലുക്ക് കിട്ടാനുള്ള ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാമഅർത്തിൻ്റെ ഇതങ്ങനെ അധികം പറയണമെന്നും കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗ്ലോ സീറം ഫൗണ്ടേഷൻ ഉണ്ടാവും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പൗഡർ എന്ന് പറയുന്നത് മെബിലിൻ്റെ ഫിറ്റ് മീ ലൂസ് പൗഡറാണ്. ഇതും ഈ പറഞ്ഞ പോലെ കുറേ കാലം ഞാനിങ്ങനെ എല്ലാ പുതിയ ബ്രാൻഡുകളും പരീക്ഷിച്ച് നോക്കുക. മേക്കപ്പിൽ ഞാൻ പൊതുവേ കുറച്ച് പിന്നിലിക്കാണ്. അത് എനിക്ക് ഇഷ്ടമാണെങ്കിലും എനിക്ക് അതിന് പൈസ ഒരുപാട് ചിലവാക്കാൻ ഇഷ്ടമല്ല. ലിപ്സ്റ്റിക്കിന് മാത്രം ഇഷ്ടമാണ്. ലിപ്സ്റ്റിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് മാത്രം. ബാക്കി എൻ്റെ കയ്യിലൊരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ ആ ഫൗണ്ടേഷൻ തീരുന്നവരെ അല്ലെങ്കിൽ എൻ്റെ എക്സ്പയറി കഴിയുന്നവരെ ഞാൻ മുതലാക്കും. ഇതും അതുപോലെ തന്നെയാണ്. ഇതിൻ്റെ എക്സ്പയറി കഴിഞ്ഞോന്ന് പോലും എനിക്കറിയില്ല, കാരണം എത്ര കാലമായി വാങ്ങിയിട്ടറിയാം. അപ്പോൾ ഇങ്ങനെ എക്സ്പയറി കഴിയുക അല്ലാന്നുണ്ടെങ്കിൽ ഇത് തീരുമ്പോഴാണ് ഞാൻ അടുത്തത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങുള്ളൂ. ഇടയ്ക്കൊക്കെ വിചാരിക്കും വാങ്ങണം, പിന്നെ വിചാരിക്കും ഇത് വാങ്ങിയിട്ട് എന്താ ഇതൊക്കെ ഉപയോഗിക്കുന്നവർക്കല്ലേ ഇതൊക്കെ വാങ്ങിയിട്ട് കാര്യമുള്ളൂ എന്ന് ഞാൻ വിചാരിക്കും. എനിക്ക് പൊതുവേ ഒരു വെറും പൗഡർ, പക്ഷേ ഞാൻ സാധാ പൗഡറിന് പകരം ഇതാണ് പുറത്തൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇടുമ്പോൾ കുറച്ചും കൂടെ നാച്ചുറൽ ലുക്ക് തോന്നുന്ന ഈ പൗഡറാണ് കേട്ടോ. അതെല്ലാം ആമസോണിലാണ് ഞാൻ പറഞ്ഞ പോലെ ഗ്രേറ്റ് റിപ്പബ്ലിക് ഡേ സെയിലുണ്ട്. 50 to 80% ഓഫ് ഉണ്ട്. ബ്യൂട്ടി പ്രോഡക്റ്റുകളാണെങ്കിൽ ഞാൻ ഇപ്രാവശ്യം അധികം ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് മസ്റ്റായിട്ടും നല്ല ഉപകാരം. കുറേ ലിപ്സ്റ്റിക് ഭ്രാന്തന്മാരുണ്ടെന്ന് എനിക്കറിയാം. അറിഞ്ഞില്ല. ഇനിയിപ്പോൾ വൈകുന്നേരം എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കണം. അയ്യോ ഇന്ന് എന്താ ഉണ്ടാക്കാന്ന് അറിയില്ല. അപ്പം അതിൻ്റെ ഇടയിൽ കുറച്ച് പണികളുണ്ട്. ഇത്തിരി നേരം റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഈവനിങ് ആയപ്പോൾ ഞാനും മിത്തുക്കുട്ടിയും കൂടെ ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. വേറെ ഒന്നല്ല, ഞാൻ പറഞ്ഞല്ലോ സെറ്റ് മുണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ, ആ വക്കടിക്കാനുണ്ട്. അതിനുശേഷം അത് ക്ലീൻ ചെയ്യണം, കഴുകിയിടണം, സ്റ്റാർച്ച് ചെയ്യണം, അങ്ങനെ കുറേ പണികളുണ്ട്. ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുക്കാമെന്ന് നോക്കി, പിന്നെ അതിൻ്റെ ആ ഒരു ഇത് ലുക്ക് പോവോന്ന് പേടിച്ചിട്ട് ഞാനത് ചെയ്തില്ല. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ്, മിത്തുക്കുട്ടി ഇതാ അവിടെ. ഞങ്ങൾ സ്വീറ്റ്സൊക്കെ നിർത്തിയില്ല മിത്തു, അല്ലെങ്കിൽ ഞങ്ങൾ സ്വീറ്റ് ബംഗാൾ പോകുമ്പോൾ അതൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഞങ്ങൾ പോണതാ, അതൊക്കെ നിർത്തി. ഒന്ന് നടക്കുക, കിസാൻ കണക്റ്റ് പോവുക, ബ്രോക്കളി വാങ്ങണം രാത്രി സാലഡ് ഉണ്ടാക്കാൻ. പിന്നെന്താ മിത്തുകുട്ടിക്ക് ഓറഞ്ച് വേണം, ആപ്പിൾ വേണ്ട എന്നൊക്കെ പറഞ്ഞു. ചെറിയൊരു ഈവനിങ് വാക്ക്. അപ്പം നമ്മളങ്ങനെ കിസാൻ കണക്റ്റിലെത്തി. ഇവിടെ ഇപ്പോൾ ഈ ഒരു വിൻ്റർ ആയതുകൊണ്ട് നല്ല ഫ്രൂട്ട്സും ഫ്രഷ് വെജിറ്റബിൾസൊക്കെ നിറയെ വരുന്നുണ്ട് കേട്ടോ. ഇതെൻ്റെ ഫേവറേറ്റാണ് മെത്തിയാലു. അതുപോലെ ഒരുപാട് സ്ട്രോബെറീസ്. പക്ഷേ സ്ട്രോബെറി ഞങ്ങൾ ആരും സ്ട്രോബെറി ഫേവറേറ്റ്സ് അല്ല. പിന്നെ ഇവിടെ അത്ര ഒരു മധുരമുള്ള അങ്ങനത്തെ സ്ട്രോബെറിയും കിട്ടാറില്ല കേട്ടോ. പിന്നെ ഓറഞ്ച് അടിപൊളിയാണ്, നല്ല ഇമ്പോർട്ടഡ് ഓറഞ്ച്, ചെറുത്, നല്ല മധുരം കേട്ടോ. അതാണ് മിത്തുക്കുട്ടിക്ക് എപ്പോഴും സ്കൂളിലേക്ക് ആപ്പിൾ വെച്ച് അതിൻ്റെ കളറ് മാറും, തൊലി ചെത്തി കൊടുത്തിട്ടല്ലേ, അപ്പോൾ കളറ് മാറുമെന്ന് പറഞ്ഞിട്ട് അത് കഴിക്കുകയില്ല. ഗ്രേപ്സ് പിന്നെ ഞാൻ വാങ്ങാറില്ല, എനിക്കെന്തോ പേടിയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വന്നു. ഇന്ന് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ വെച്ചിട്ടൊരു എന്താ പറയുക, ഒരു റോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഫ്രൈ ആക്കണമില്ല അങ്ങനെ. അപ്പോൾ അതിലേക്ക് ചിക്കൻ ബോൺലെസ് ആണ് വാങ്ങിയത്. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ ചിക്കൻ മസാലയാണ് ഇട്ടിട്ടുള്ളത്. ഗരം മസാലയൊക്കെ കൂടെ ഇടാം. ചിക്കൻ മസാല ഉള്ളതുകൊണ്ട് അത് ഇട്ടില്ല. അതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ചധികം നേരം, നമുക്ക് ഓവർനൈറ്റ് ആണെങ്കിൽ നല്ലതെങ്കിൽ 2 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്. അപ്പോഴേക്കും രംഷേട്ട് ഓഫീസിൽ നിന്നൊക്കെ എത്തി ജിമ്മിന് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അതിന് മുന്നേ ഉള്ള വർക്കൗട്ടിനുള്ള ഫുഡും സ്മൂത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. രംഷേട്ടൻ തന്നെയാണ് ഉണ്ടാക്കാറ്. എന്താണ് ഷേക്ക്? രംഷേട്ടൻ്റെ സ്പെഷ്യൽ. ഇപ്പോൾ ഡെയിലി ഓരോരോ ഷേക്ക് ഒന്ന് കാണിക്കട്ടെ. നോട്ട്സ് ഭയങ്കര സംഭവമൊക്കെ കേട്ടോ. പീനട്ട് ബട്ടർ, പഴം, പാല്, ആൽമണ്ട് മിൽക്ക്, ഇത്രയേ ഉള്ളൂന്ന്. പ്രീ വർക്കൗട്ട് ഷേക്ക് അല്ലേ? ഇനി പോസ്റ്റ് വർക്കൗട്ട് വേറെണ്ട്, അത് എഗ്ഗേ ഉള്ളൂ. പക്ഷെ ഈ ഷേക്ക് അന്ന് ഗീതും ചേനൊക്കെ വന്നിട്ട് അവർക്കൊക്കെ ഇഷ്ടം. എല്ലാവരും കാത്തിരിക്കായിരുന്നു രമേശേട്ടൻ്റെ ഓട്സ് ഷേക്ക് കുടിക്കാൻ. നല്ല ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണം പറഞ്ഞിട്ട്. പക്ഷെ അതിന് പകരം പീനട്ട് ബട്ടർ ഉള്ളപ്പോ പിന്നെ ആൽമണ്ട് മിൽക്ക് വേണമെന്നൊന്നുമില്ല, ഞാൻ വെള്ളം കൂട്ടിയിട്ട് അടിച്ചായിരുന്നു. പക്ഷെ ഇപ്പൊ ആൽമണ്ട് മിൽക്ക് യൂസ് ചെയ്യുന്നുണ്ട്. പ്രീ വർക്കൗട്ട് ഷേക്ക്. അപ്പോഴാണ് വർക്കൗട്ട് ചെയ്യാൻ നമുക്കൊരു അല്ലേ. 2025 നോ ഷുഗർ. ചേട്ടാ 1-ാം തീയതി മുതൽ കട്ട് ചെയ്ത്, ഞാൻ 4-ാം തീയതി മുതൽ കട്ട് ചെയ്ത്. എന്റെ കട്ടിങ്ങിനേക്കാൾ കൂടുതൽ എനിക്ക് എന്നാണത് ജോയിൻ ചെയ്യാന്നുള്ളതാണ്. അയ്യടാ കാര്യമായിട്ടാണ്. ഞാൻ കാര്യമായിട്ടാണ് പരിപ്രദം മുന്നിൽ ഇരുന്നിട്ട് പോലും ഞാൻ തൊട്ടില്ല. അതിലും കൂടുതലൊന്നും ഇനി ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 2025 മൊത്തമാണോ അതോ കുറച്ച് കാലത്തേക്കാ? 2025 മൊത്തം. അപ്പൊ നാട്ടിൽ പോയില്ല. ഞാൻ ഷുഗർ കഴിക്കില്ല, പായസവും ഇലയുടെ ഒന്നും കഴിക്കില്ല. എന്നാ ഞാനിതൊന്ന് റെക്കോർഡ് ചെയ്ത് വെച്ച് മെയില് നാട്ടിൽ പോയിട്ടൊന്ന് നോക്കണം. നോക്കട്ടെ. രംഷേട്ടൻ പറഞ്ഞതാണ് 2025. അത് ശരിയാ. രംഷേട്ടൻ പറഞ്ഞു 2025 രാത്രി കേക്ക് 1-ാം തീയതി മുറിച്ചപ്പോ പറഞ്ഞു ഇനി ഞാൻ 2026 1-ാം തീയതിയാണ് കേക്ക് കഴിക്കുള്ളൂ അല്ലേ, അങ്ങനെ പറഞ്ഞു. പക്ഷെ
അത്ര ഷുഗർ കട്ട് ചെയ്ത് ഭയങ്കര അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് ഡയറ്റീഷ്യൻസ് പറയുന്നത്. പക്ഷെ രംഷേട്ടന് അത് വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ അതിനെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. അതെ, ഒരു ചലഞ്ച് പോലെ. ഞാൻ അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കില്ല. അടുത്തൊരു 4 മാസത്തേക്ക് തടി കുറയുന്നവരെ ഒന്ന് ഷുഗർ കൺട്രോൾ ചെയ്യും. പക്ഷെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാം സ്ട്രിക്റ്റഡ് ആയിട്ട് എടുക്കുമ്പോൾ ഇമോഷണൽ ഇംബാലൻസ് ഒക്കെ വരും എന്നൊക്കെയാണ് പറയണത്. എന്താ ആവശ്യമുണ്ട് അങ്ങനെയൊക്കെ മരിക്കേണ്ടത്? നമുക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ മോഡറേറ്റ്ലി കഴിക്കാം, എന്നല്ല വല്ലപ്പോഴും. നമ്മളൊരു എയിം നമ്മൾ ചെയ്യുമ്പോ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ത്യജിക്കേണ്ടി വരും. അപ്പോഴാണ് ആ എയിമിന് ആ സക്സസിന് ഒരു മധുരം. നമ്മൾ മധുരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സക്സസിന് മധുരം ഉണ്ടാകും. ബോഡി ബിൽഡിംഗ് ബോഡി ബിൽഡിംഗ് ഒന്നും ബോഡി പ്രായത്തിൽ ബോഡി ബിൽഡിംഗ് എവിടെ പോകാനും ഫിറ്റ്നസ്. ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ജങ്ക് ഫുഡും ഇങ്ങനത്തെ പേസ്ട്രി കേക്ക് ഇതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യും. അപ്പൊ അവോയ്ഡ് ചെയ്യാന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഒരു വിലയിരുത്തൽ, അത് ഞാൻ സക്സസ് ആയി. കാരണം പരിപ്രദം ഉണ്ടായിരുന്നു. പക്ഷെ മതി, പരിപ്രദം എന്റെ മുന്നിൽ വെച്ചു, ഇത്ര ഉണ്ടായിരുന്നു. കേക്കുകൾ മുന്നിൽ കൂടെ അത് കൂടി ഇത് കൂടി പോയി എല്ലാം. ഇപ്പൊ ഒരു 10 ദിവസം അത് ഞാനൊന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, എനിക്കതൊന്ന് കാണണം. ഒരു സന്തോഷം, ഒരു സന്തോഷം. മുന്നിൽ ഉണ്ണിയപ്പം, ചക്കപ്പം, പരിപ്രഥമനൊക്കെ ഇങ്ങനെ വെച്ച് കഴിക്കില്ലേ എന്നുള്ളത് എനിക്കൊന്ന് കാണണം. നമ്മൾ ഒരു പ്രാവശ്യം തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മളതിൽ ഉറച്ചെക്കണം. പിന്നെ അതിന്റെ നൊസ്റ്റാൾജിയുടെ പേരിൽ അതിനെ ബലി കഴിക്കാൻ പോകരുത്. ഞാൻ പിന്നെ അങ്ങനത്തെ ആരും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാറില്ല. ഞാൻ നാട്ടിലേക്കൊന്നും എത്തില്ല. ഞാൻ ഈ വീക്കെൻഡ് ഞാൻ നോക്കിയിരിക്കുക. അത്രയ്ക്കൊന്നും എത്തില്ല. ഈ വീക്കെൻഡിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് ഞാൻ ജഗതി സിനിമയിൽ പറയണ അപ്പുകുട്ടൻ പറയണല്ലോ, ചെക്ക് അടുത്ത കാവിലെ പാട്ട് മത്സരത്തിന്. കാവിലെ പാട്ട് മത്സരം എന്നുണ്ടല്ലോ. ഞാൻ എന്റെ പിറന്നാളിന് കൂടി നീ പായസം ഉണ്ടാക്കി. അത് നന്നായി, ഞാൻ ഉണ്ടാക്കൂല. അന്നാണ് തിരുവാതിര. എനിക്ക് വയ്യ. അതെ, പിന്നെ ആർക്ക് വേണ്ടിട്ട് തിരുവാതിര ആകുമ്പോ പിന്നെ ഞാനും ഷുഗർ നോ ഷുഗർ ആണ്. എന്റെ കുട്ടിക്ക് വേണ്ടി ഞാൻ വല്ലതൊക്കെ ഉണ്ടാക്കി. നീ പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. ആദ്യം നമുക്ക് അതിനോടൊരു കൺട്രോൾ വേണ്ട എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലും ഒക്കേഷനിലേക്ക് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ കൺട്രോൾ വരണം. ഞാൻ അതിനുള്ള ശ്രമത്തിലാണ്. സ്വീറ്റ് കേക്ക് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എങ്ങനെ അതൊന്ന് വിട്ടു നിൽക്കുന്നുള്ളത്. പായസം മെയിൻ ആയിട്ട്, ഈ പായസം ഭയങ്കര ഡേഞ്ചറാണ്. പായസമാണ് ഏറ്റവും മെയിൻ. അത് മാത്രല്ല, ഈ പായസം നമ്മൾ കുടിക്കും. നമ്മളിപ്പോ എല്ലാവരും വന്ന സമയത്ത് നമ്മൾ അതായത് അത് കുടിച്ചു കഴിഞ്ഞാൽ ആ ദിവസം മുഴുവൻ വേസ്റ്റ് ആയ പോലെ ഒരു ഫീലാ. ഇപ്പൊ നമ്മൾ 5 ദിവസമായിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അതില്ല ആക്ച്വലി മധുരം കഴിക്കുമ്പോൾ. ഞാനും തൊട്ടില്ലല്ലോ അന്ന് പരിപ്രഥമൻ. എനിക്ക് പിന്നെ പരിപ്രഥമൻ ഇഷ്ടമല്ല. അല്ല, ഞാൻ പരിപ്രഥമൻ ഇഷ്ടമല്ല എനിക്കധികം. അല്ല, പാലട കഴിക്കും. അല്ല, ഞാൻ കഴിഞ്ഞ 5 days 3-4 ദിവസമായിട്ട് ഞാൻ തൊട്ടിട്ടില്ല ഷുഗർ. നോ ഷുഗർ ചലഞ്ചാണ്. പക്ഷെ ഒരു 4 അന്നായി പറഞ്ഞ പോലെ വിഷു, എനിക്ക് വിഷുവിന് നന്നായിട്ട് സ്ലിം ആവുക, നാട്ടിൽ പോകണമ്പോൾ സ്ലിം ആവുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. ഓക്കെ, അതെ, പിടി വിട്ടോ എന്ന് എനിക്ക് തന്നെ ഒരു സംശയം തോന്നിയപ്പോ ഞാൻ പിടിച്ചതാണ്. പിടി വിട്ട് എവിടെ പോയി എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാനിത് തിരിച്ച് വരുന്നത്. ഹെൽത്തിനൊക്കെ പ്രോബ്ലം വന്ന് തുടങ്ങി, അപ്പൊ പിടിവിട്ട പോലെ ആയി. ഇതൊക്കെ ചെയ്യുകൊണ്ട് ഹെൽത്തൊക്കെ ഭയങ്കര ആവുമല്ലേ എന്നുള്ളതൊക്കെ അറിയാം. പക്ഷേ നമ്മുടെ സൈഡിൽ നിന്നുള്ള ഒരു എഫേർട്ട് അത്രയുള്ള. യെസ്, ബാക്കിയൊക്കെ അത് ശരിയാ. അവർ ഏജ് കഴിഞ്ഞ ഉറപ്പായും ചെയ്യും. ഏജ് കഴിഞ്ഞൊന്നുമില്ല, മുന്നേ തന്നെ ചെയ്യാം. പക്ഷെ മുന്നേക്കെ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല. ഇനിയൊക്കെ ആവാന്ന് റിട്ടയർ ആവാറായി. അതല്ല, ഒരു ഇതൊക്കെ നമ്മൾ അതൊക്കെ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മളൊന്നും ടേസ്റ്റ് ചെയ്യാനില്ല. അതുകൊണ്ട് ഇപ്പൊ രംഷേട്ടൻ കാര്യമായിട്ടാണ് ഞാൻ ഭയങ്കരമായി എന്താ പറയാ, രംഷേട്ടനെ എന്താണ് അതിന് പറയാ, വെൽ ഡൺ. സപ്പോർട്ട് ചെയ്യുന്നല്ല, രംഷേട്ടൻ അത് അടിപൊളിയായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. എത്ര കാലം പോകുന്ന അറിയില്ല, പക്ഷെ പോകുന്നുണ്ട്. രംഷേട്ടൻ ആയോണ്ട് അത് പോവും. യെസ്, പോവും. അതെ, അപ്പൊ എന്റെ കാര്യം എനിക്ക് തന്നെ ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ പറ്റുന്ന പോലെ പക്ഷെ ഞാൻ കാണിച്ചു തരും. യെസ്, അപ്പൊ തൽക്കാലം ഇത് കുടിച്ചിട്ട് പോയിക്കോളൂ. ഞാൻ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ രാവിലെ നല്ല കുട്ടിയായിട്ട് ഇപ്പൊ കുറച്ച് ദിവസം പോകുന്നുണ്ട്. ഇനി ഞാൻ ഡിന്നർ ഉണ്ടാക്കട്ടെ. യെസ്,
അപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം ഒന്ന് മാരിനേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു 1 hour കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് നന്നായിട്ട് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തു, കറിവേപ്പിലയും ചേർത്തു. ഇതിലേക്ക് നന്നായിട്ട് തേങ്ങാക്കൊത്തും കൂടെ ചേർക്കണം. പക്ഷേ ഞാനിവിടെ ചേർക്കുന്നില്ല തേങ്ങാക്കൊത്ത്, പിന്നെ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് അത് നന്നായി ചേർക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായി വഴറ്റുക കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാലഡും കൂടെ ഉണ്ടാക്കണം സൈഡ് ഡിഷായിട്ട്. അപ്പോൾ ബ്രോക്കലിയും ക്യാരറ്റുമാണ് ഞാൻ സാലഡ് പോലെ, അത് ഉപ്പേരി പോലെയും വെക്കാം, ഞാൻ സാലഡ് പോലെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഉള്ളി നന്നായി വഴന്ന് കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഉള്ളിലേക്ക് സെപ്പറേറ്റ് മസാലയുടെ ആവശ്യമില്ല. ഇനി നല്ല എരിവും കാര്യങ്ങളൊക്കെ കൂടുതൽ വേണവർക്ക് അങ്ങനെയും ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല ഓറഞ്ച് ക്യാരറ്റ്, ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഈ വിൻ്ററിൽ നല്ല ക്യാരറ്റ് എല്ലാം ഉണ്ടാക്കാൻ പറ്റിയ ക്യാരറ്റ് കിട്ടും കേട്ടോ. അതും ചെറുതായി അരിഞ്ഞ് ഒരു സൈഡിൽ വെറുതെ ഞാനൊരു ഉപ്പ് മാത്രം ഇട്ടിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ അടച്ച് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. സാലഡല്ല, അങ്ങനെ ഒരുപാട് കുക്കാവുന്നു വേണ്ട, ഒരു ഹാഫ് കുക്ക് മതി കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റ് പോലെ ഫ്രൈ പോലെ ആയിട്ടുണ്ടാവും. ചപ്പാത്തിയും ബ്രോക്കലിയും. ഇതാണ് ഇന്നത്തെ ഡിന്നർ കേട്ടോ. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ കിടക്കാൻ പോവാണ് കേട്ടോ. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. നാളെ രാവിലെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ വീക്കെൻഡ് ആകുമ്പോൾ, പക്ഷേ ഇപ്രാവശ്യത്തെ വീക്കെൻഡും ഭയങ്കര ബിസിയാണ്. ഫ്രൈഡേ അല്ലേ നമ്മുടെ ഏകാദശി വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ സൺഡേ തിരുവാതിര, രംഷേട്ടൻ്റെ പിറന്നാൾ, തിരുവാതിരയ്ക്ക് നമുക്ക് ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ്, അങ്ങനെ മൊത്തത്തിൽ ഒരു ബിസി വീക്കെൻഡായിരിക്കും ഇപ്രാവശ്യം. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. ഇനിയിപ്പോൾ ഫുൾ ബിസി തന്നെയാവും. കുട്ടിയുടെ എക്സാം കാര്യങ്ങൾ, അതിൻ്റെ ഇടയിൽ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. വേറൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.